വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. Ideal World Junior Idol Season 2. Now let's welcome our judges Bijay Pal, Gayatri and Anup Shankar. So Ideal World Junior Idol Season 2 ഇന്നത്തെ കളർഫുൾ എപ്പിസോഡ് നമുക്ക് ബിഗിൻ ചെയ്യാം. ആദ്യമായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് നൊസ്റ്റാൾജിയ റൗണ്ടുമായി ദ വെരി ക്യൂട്ട് ആൻഡ് ചാർമിംഗ് കൃതിക കുട്ടിയാണ്. Put your hands together for Kritika. കൃതിക, എന്നത്തെക്കാളും ഇന്ന് വളരെ ക്യൂട്ട് ആയിട്ടുണ്ട്. നൈസ് ഫ്രോക്ക്. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടി എന്ന മൂവിയിൽ ചിത്ര മാം പാടിയ കണ്ണാന്തുമ്പി പോരാമോ. പ്രിപ്പയർഡ്? എല്ലാവരും പ്രിയപ്പെട്ട സോങ് ആണ്. മോൾക്ക് ഇഷ്ടപ്പെട്ട സോങ് അല്ലേ ഇത്? അപ്പൊ നന്നായിട്ട് പാടാ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. കണ്ണാം തുമ്പി പോരാ
ക്യൂട്ട് പെർഫോമൻസ് കൃതിക. താങ്ക് യു. കമന്റ്സ് അറിയാം? ആരടുത്ത ചോദിക്കണ്ടേ? ബിജി ചേട്ടൻ. ഓക്കെ, ബിജേട്ടാ. കൃതിക എന്തോ നല്ല സൂപ്പറായിട്ട് പാടി മോളെ കേട്ടോ. നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. എല്ലാ കാലത്തും മലയാളികളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. കമൽ സാറിന്റെ സിനിമയാണ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ഔസേപ്പച്ചൻ സാറാണ്, ബിച്ചു തിരുമല സാറാണ് എഴുതിയത്. ഔസേപ്പ് സാറിന്റെ മ്യൂസിക്. അതിനു മുമ്പ് അവരുടെ കോമ്പിനേഷനിൽ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറയുന്ന സിനിമയും പാട്ടും മലയാളത്തിലെ ഏറ്റവും മികച്ച ഹിറ്റുകൾ ചില പാട്ടുകൾ ആ സിനിമയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവരുടെ ഈ പടം വന്നത്. മോള് നന്നായിട്ട് പാടി. എനിക്ക് ആകെ ഒരു ചെറിയ കാര്യം പറയേണ്ടത്, കുറച്ചുകൂടി എനർജി ആവാം എന്ന് തോന്നി. കുറച്ചുകൂടി എനർജി ആവാമായിരുന്നു. അത് എനർജി മിസ്സിംഗ് ആയിരുന്നു. കാരണം പാട്ട് ആത്യന്തികമായിട്ട് നമ്മളിലേക്ക് എത്തണമല്ലോ. അത് മോള് ക്യാരി ചെയ്ത് കൊണ്ടുവരണം. അത് കേട്ട് എന്നാലേ ആ ഒരു ഇത് വരുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് മിസ്സിങ്. പിന്നെ അനുപല്ലവിയിലും എസ്പെഷ്യലി ചരണത്തിൽ ടുവേർഡ്സ് ദി എൻഡ് കുറച്ച് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു. ശ്രുതിയും അതുപോലെ കുറച്ചൊരു സ്റ്റഡിനെസ് മോൾക്ക് കുറവുണ്ടായിരുന്നു. അതൊന്ന് റിപ്പീറ്റ് ചെയ്യാവോ? അത് ഒറ്റ ബ്രത്താണല്ലോ. അപ്പൊ അതിനുള്ളൊരു പ്രിപ്പറേഷൻ അതിനു മുമ്പ് വേണം. ഒന്ന് പാടി നോക്കാമോ ജസ്റ്റ്? കുന്നിക്കോരക്കുത്തി നുള്ളി പറിച്ചിട്ട് പിന്നിക്കോരത്തൊരു മാല തീർക്കാം, തിങ്കൾ കിടാവിനെ മാല തീർക്കാം. അവിടെ ട്യൂണിങ് പ്രോബ്ലം വരുന്നുണ്ട്. ഒന്നുകൂടി പാടും. കുന്നിക്കോരക്കുത്തി ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് പാടും. ബ്രത്ത് ഒക്കെ എടുത്തിട്ട്. കുന്നിക്കോരക്കുത്തി നുള്ളി പറിച്ചിട്ട് പിന്നിക്കോരത്തൊരു മാല തീർക്കാം, തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാല കൊണ്ട് തരാം. ഗുഡ് കേട്ടോ. ഇതാവണമായിരുന്നു പെർഫോമൻസിൽ. കുറച്ചുകൂടി ബെറ്റർ ആയനെ പാട്ട് കേട്ടോ. എന്നാലും നന്നായിട്ട് പാടി മോള് കേട്ടോ. ചേച്ചി കൃതിക ചേച്ചി കൊച്ചുകുട്ടിയാണ് അല്ലെ, ബേബിയാണ് കോമ്പറ്റീഷനില്. നന്നായി പാടി മോള്. ഒരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു ആ പാട്ടിന്. ശരിക്കും ഒരു ഇന്നസെൻസ് ആണ് അത് കൺവേ ചെയ്യുന്നത്. നന്നായി വന്നു. ആക്ച്വലി ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നത് ഓൾറെഡി ബിജി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ എനിക്കിനി പ്രത്യേകിച്ച് എന്റേതായിട്ടുള്ള എഡിഷൻസ് ഒന്നുമില്ല. എസ്പെഷ്യലി ആ ലാസ്റ്റ് സെന്റൻസിൽ ചിങ്കിരി മുത്തല്ലേ എന്നുള്ള പൊസിഷൻ അവിടെ കുറച്ചുകൂടി കൺട്രോൾ ആവായിരുന്നു. സെക്കൻഡ് ചരണത്തിന്റെ അവസാനം കുറച്ച് ഫോൾട്ടർ ചെയ്തു. അതായത് നമ്മുടെ കമാൻഡിലായിരിക്കണം പാട്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതാണ്. നമ്മൾ പാട്ടിന്റെ നമുക്ക് എന്താ പാടുന്നതെന്നുള്ള നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പാടിയാലേ ആ ഉദ്ദേശിച്ച മെസ്സേജ് പുറത്തു വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അത് കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തനിയെ ആ കോൺഫിഡൻസ് വരും. അപ്പൊ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വീട്ടിലിരുന്ന് കുറേ നേരം ആ പാട്ട് പാടുക, ഒരേ ലൈൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്റ്റേജിൽ പിന്നെ ആരെയും പേടിക്കണ്ട. അപ്പൊ ആ ഒരു ഗ്രിപ്പിന്റെ കുറവാണ് എനിക്ക് ഒരു പ്രശ്നം തോന്നിയത്. പക്ഷെ അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. കൃത്യകുട്ടി അസലായിട്ട് പാടി മോളെ. ഇത് ഒരുപക്ഷെ നിഷ്കളങ്കത എന്ന ഫീൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് കൺവേ ചെയ്തിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട്. എക്കാലത്തും ഒരുപാട് പേരുടെ ഒരു നൊസ്റ്റാൾജിക് സോങ് ആയി മാറുന്ന ഒരു പാട്ടാണത്. ബിക്കോസ് ഈ പാട്ടിന് ഒരു മരണമില്ല. എത്ര കാലം പോയാലും ആ കുട്ടിത്തം ഈ പാട്ടിൽ നിന്ന് ഒരിക്കലും ആയില്ല. അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത. വളരെ അസലായിട്ട് തന്നെ പാടി. എനിക്ക് നമ്മുടെ റെസ്പെക്റ്റീവ് ജഡ്ജസ് പറഞ്ഞ ടെക്നിക്കൽ കറക്ഷൻസ് മാറ്റി നിർത്തി ചില പോർഷൻസ് വർ വെരി ഗുഡ്. ഇപ്പോൾ താലോലിക്കാമെന്നും ആ സ്ഥലമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആൻഡ് ഓഫ് കോഴ്സ് ഈ പാട്ട് കമ്പോസ് ചെയ്ത ഔസേപ്പച്ചൻ സാറിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും സാറിന് വേണ്ടി പാടിയിട്ടുണ്ട്. സാറിന് കുറച്ച് ശ്രുതി പോയാലോ അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ പാട്ടൊന്നും വന്നാലോ സാറിന് ഒരിക്കലും ബാധിക്കില്ല. സാറിന് അൾട്ടിമേറ്റ്ലി ആ എക്സ്പ്രഷൻ ആൻഡ് ഫീൽ അത് രണ്ടും ഓക്കെ ആണെങ്കിൽ സാറിന് എല്ലാം ഓക്കെയാണ്. ബാക്കിയെല്ലാം പുള്ളി തന്നെ നമുക്ക് വേണ്ടി ചെയ്തോളൂ. വോട്ടറ്റ്യൂഡും കാര്യങ്ങളും ബാക്കിയൊക്കെ ഔസേപ്പച്ചൻ സാർ ചെയ്തോളൂ. അത്ര ഡെഡിക്കേറ്റഡ് ആണ് പുള്ളിക്ക്. ഐ ഹാവ് ജെനുവിൻലി ഞാൻ വളരെ സിൻസിയർ ആയിട്ട് പറയാണ്. ബിക്കോസ് ഒരു സ്ഥലത്ത് ഞാൻ പാടിയൊരു പാട്ടിന്റെ ഒരു പർട്ടിക്കുലർ കേസ് പറയാണ്. ഒരു സ്ഥലത്ത് എനിക്ക് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു ഒരു പാട്ടില്. പക്ഷെ അതിന്റെ പാടിയ ഫീല് നന്നായിരുന്നു പറഞ്ഞൊരു സാർ അത് മാറ്റിയില്ല. ബിക്കോസ് എനിക്കത് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വേണ്ട, അതൊരു സ്ക്രാച്ച് ഇപ്പൊ എല്ലാ പാട്ടുകാർക്കും വരുന്നതാണ്. അപ്പൊ അതിനൊരു നാച്ചുറാലിറ്റി ഉണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിന്റെ ഫീല് നന്നായിരുന്നു, എനിക്കത് മതി എന്ന് പറഞ്ഞ് സാർ അത് തന്നെ പേസ്റ്റ് ചെയ്തു. ബിക്കോസ് അത് ഓരോ മ്യൂസിക് ഡയറക്ടർ ഓരോ പാട്ടിനെ കാണുന്ന ഒരു പിക്ചർ ഉണ്ട്. അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ
പിന്നെ അത് മാറ്റാറില്ല. അപ്പൊ സാറ് ഈ ഔസേബിച്ചൻ സാർ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഒരു സവിശേഷത ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷൻ ആൻഡ് ഫീലിനാണ് മാക്സിമം പ്രയോറിറ്റി സാർ കൊടുക്കാറ്. മോൾ ആ ആസ്പെക്ടിൽ ഒരുപാട് നല്ല പോസിറ്റീവ് സൈഡ്സ് ഉണ്ടായിരുന്നു മോളുടെ സിംഗിങ്ങിൽ. ബിജേട്ടൻ പറഞ്ഞ പോലെ വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, അത് നമുക്ക് ഒരിക്കലും എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ എനർജി ലെവൽസ് എപ്പോഴും പാട്ടിന് വേണം. അതില്ലെങ്കിൽ ഒരിക്കലും ആ പാട്ട് ശോഭിക്കുകയില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ചില സ്ഥലത്ത് മോളുടെ ശബ്ദം ഒന്ന് ഡ്രൈ ആയിപ്പോയി. അപ്പൊ അതും കൂടി ഒന്ന് മോൾ ശ്രദ്ധിക്കുക. ബാക്കി എല്ലാം കൂടെ തന്നെ വിഷ്വലിയും ആ പാട്ടിന്റെ ഒരു മീനിങ് മോൾക്ക് നമുക്ക് കൺവേ ചെയ്യാൻ സാധിച്ചു. ആൻഡ് താങ്ക്സ് ടു ദ ക്രിയേറ്റേഴ്സ്, ചിത്ര ചേച്ചി, ഔസേബിച്ചൻ സാർ, ബിച്ചു തിരുമല ആൻഡ് കമൽ സാർ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു അനുവേട്ട. ഹൃദയകുട്ടി, ജഡ്ജസ് പറഞ്ഞ സജഷൻസ് ഒക്കെ മൈൻഡിൽ വെച്ചല്ലോ, വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് അറിയാം. ബിജേട്ട ഓൺ 30. 26.5. 26.5 on 30. ഗായത്രി ചേച്ചി 26.5. again 26.5. അനുവേട്ട മോളെ ഞാനും 26.5 out of 30. again 26.5. താങ്ക് യു അനുവേട്ട. ഹൃദയകുട്ടി, ഇനി നമുക്ക് ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കാം. ബിജേട്ട ഓൺ 3. 2.75. ചേച്ചി 2.5. താങ്ക് യു ചേച്ചി. മോളെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് നന്നായിരുന്നു. 3.75 out of 4. താങ്ക് യു അനുവേട്ട. ഹൃദയകുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 88.5 on 100. കുഴപ്പമില്ലാത്ത സ്കോർ ആണല്ലേ കൃതിക. ഇനി 3 റൗണ്ടുകൾ കൂടെ ഉണ്ട് 5th സ്റ്റേജിൽ. അതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പാടണം അടുത്ത റൗണ്ടിൽ.